നമസ്കാരം മാഷെ. 2 ദിവസം മുന്നേ അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു. അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചപ്പോൾ അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഇന്റർനെറ്റ് തിന്മയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഹറാമാണ് എന്നുള്ളത് കാരണമാണ് പറഞ്ഞത്. നമ്മളത് ലോകമെമ്പാടും അത് പരിഹാസച്ചിരിയോടെയാണ് അന്ന് അഫ്ഗാനിസ്ഥാനെ നോക്കി ചിരിച്ചത്. പക്ഷേ ഇപ്പോൾ UP-യിൽ എവിടെ ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു രീതിയിലൊരു വിവാദം നടക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഐ ലവ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞും പല രീതിയിൽ അതിന് ബദൽ റാലികളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ജുമാ നമസ്കാരത്തിന് മുമ്പായിട്ട് ഒരു മുൻകരുതൽ എന്നോണം UP-യിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു. അത് 2 ദിവസമാണ്. ഒക്ടോബർ 2-ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 4-ന് ഉച്ച കഴിഞ്ഞ് 3 വരെ ഇൻ്റർനെറ്റ് വിച്ഛേദനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ മുൻകരുതൽ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാതിരിക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വിച്ഛേദിക്കുന്ന വഴി ഇവർ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഇതിലേക്ക് തന്നെ കൊണ്ടുപോയി അങ്ങനെ തന്നെ വലിച്ചഴിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ നമുക്കൊരിക്കലും സ്വീകാര്യമായ വാർത്തകളല്ലല്ല. ഒന്ന്, അവിടെ സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, അവർ സ്കൂളിൽ പോകാൻ പാടില്ല. അങ്ങനെ ഒട്ടനവധി സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ തന്നെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനിൽ ഇൻ്റർനെറ്റ് നിരോധിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നതാണ്. കാരണം അവരത് ചെയ്യുള്ളൂ. അവരുടെ ശീലമാണത്, ശൈലിയാണ്. മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അഫ്ഗാനിലെ ഭരണകൂടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവിടെ ഇൻ്റർനെറ്റ് ഹറാമാണ് എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റ് നിരോധിച്ച സമയത്ത് അതിനെ പരിഹസിക്കണം. പക്ഷേ അതേ സംഭവം ഇന്ത്യയിൽ നടക്കുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കും എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള വിഷയം. ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രശ്നമുദ്രാവാക്യമായി മാറേണ്ട കാര്യമില്ല. കാരണം ജയ് ശ്രീറാം, കാളിമാതാ കി ജയ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓരോരുത്തരുടെ വിശ്വാസത്തിനും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണത്. അത് മുസ്ലിമുകൾക്ക് അനുവദിച്ചു കൊടുക്കാം, ഹിന്ദുക്കൾക്ക് അനുവദിച്ചു കൊടുക്കാം, ക്രിസ്ത്യാനികൾക്ക് അനുവദിച്ചു കൊടുക്കാവുന്നതാണ്. അത് ഇന്ത്യയുടെ ഒരു ക്യാരക്ടറിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇന്ത്യ ഒരു മൾട്ടി റിലീജിയസും മൾട്ടി കൾച്ചേർഡുമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. മാത്രമല്ല, ലോകത്തെ ജനാധിപത്യത്തിൻ്റെ മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യോഗി ആദിത്യനാഥ് അത്തരത്തിലുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ ഒന്നും അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന നിലക്ക് കാര്യങ്ങളെ കണക്കാക്കുന്ന സമയത്താണ് ഇൻ്റർനെറ്റ് നിരോധനം അവിടെ ആവശ്യമായിട്ട് വരും. എന്താണോ താലിബാൻ ചെയ്യുന്നത് അത് തന്നെ ഇന്ത്യയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അത് ഗുണകരമായതോ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വീകാര്യമായ കാര്യമല്ല. 2 ദിവസത്തേക്ക് മാത്രമാണ് ഇൻ്റർനെറ്റ് അങ്ങനെ നിരോധിച്ചത് അല്ലേ? അതിൽ കൂടുതൽ അത് നിരോധിക്കാനും കഴിയും എന്ന സൂചന അതിനകത്ത് ഉണ്ട്. എന്തായാലും ഇതൊന്നും ശരിയായ പരിപാടികളെ ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം കൂടെ ആയിരിക്കും. ലഡാക്ക് ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം കൂടെ ആയിരിക്കും. അല്ലെ, ലഡാക്കിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമല്ലോ. ലഡാക്ക് ഒരിക്കലും മണിപ്പൂരായിട്ട് മാറാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം മണിപ്പൂരിലും സംയോജിതമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തില്ലാത്തതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഏറ്റവും നാണം കെട്ട രീതിയിലേക്ക് മണിപ്പൂരിൻ്റെ വിഷയങ്ങൾ കൊണ്ടുപോവുകയും വർഗീയ കലാപങ്ങളിലേക്ക് മാറിത്തീരുകയും ദേവാലയങ്ങൾ കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നഗ്നയായിട്ട് നടക്കേണ്ടി വരുന്നു, തോക്ക് ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരം വാർത്തകളൊക്കെ അവിടെ വന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനെ നാണക്കേടാക്കിയ സംഭവങ്ങളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സംയോജിതമായിട്ടുള്ള ഇടപെടൽ അവിടെ ഉണ്ടായില്ല. ലഡാക്കിൽ വിഷയം എന്താണ്? ലഡാക്കിൽ 2019 യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അവർ പറഞ്ഞ ഒറ്റ കാര്യത്തിലുള്ളൂ, ഞങ്ങൾക്ക് സംസ്ഥാന പദവി വേണം എന്നാണ് ലഡാക്ക് ജനത ആഗ്രഹിക്കുന്നത്. അത് ഗവൺമെൻറ് കൊടുക്കാനായിട്ട് തയ്യാറാവേണ്ടതാണ്. ലഡാക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? ഇന്ത്യ ഈ അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാനുമായും ചൈനയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നൊരു പ്രദേശമാണ്. അവിടെ ആ ജനത ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണ്. നേരത്തെ അവരങ്ങനെ നിന്നിട്ടുണ്ട്. കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് എല്ലാ പട്ടാളക്കാർക്കും വേണ്ട മുഴുവൻ സഹായങ്ങളും ചെയ്ത് ലഡാക്ക് ജനതയാണ്. അങ്ങനത്തെ ഒരു പാട്രിയോട്ടിക് സൊസൈറ്റിയാണ് അത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള
സൗകര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുടേതുപോലെയില്ല. ഉം. അതുപോലെ തൊഴിൽ മറ്റു സംസ്ഥാനങ്ങൾ പോലെ ലഭ്യമായിട്ടുള്ള ഒന്നും സംഭവിക്കുന്നില്ല. 2019 ശേഷം ഒരു തൊഴിൽ പോലും നിർമ്മിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ യുവാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് തൊഴിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സംസ്ഥാന പദവി ലഭിച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് അവരുടെ ജനതയുടെ ഭരണമല്ല, യൂണിയൻ ടെറിട്ടറി എന്ന നിലയ്ക്ക് അത് പരിഗണിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വലിയ ബ്യൂറോക്രാറ്റുകൾ വന്നായിരിക്കും അവിടുത്തെ ഭരണമൊക്കെ നടത്തുന്നത്. അത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്നതല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രക്ഷോഭങ്ങളുണ്ടാകും. പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട്. ഈ പ്രക്ഷോഭങ്ങളെ സാധാരണ രീതിയിലുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങളായിട്ട് കണക്കാക്കിയാൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പ്രക്ഷോഭത്തിന് നേരെ പോലീസ് കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിക്കുന്നത് വരെ അത് സമാധാനപരമായിരുന്നു. കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിച്ചതോടെ അത് അക്രമാസക്തമായിട്ട് മാറിത്തീർന്നു. പിന്നെ പോലീസും അതുപോലെ തന്നെ അതിർത്തി സംരക്ഷണ സേനയ്ക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ വെടിവെച്ചു, 4 ചെറുപ്പക്കാർ മരിച്ചു. വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇൻ്റർനെറ്റ് നിരോധനം എന്ന് പറയുന്നത് ഇപ്പോൾ വ്യാപകമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാകുന്ന എന്തുകൊണ്ടാണ്? നേപ്പാളിലെ ജൻസി കലാം അത് ആണ് അതിൻ്റെ ഒരു അടിത്തറയായിട്ട് എടുത്തു വെക്കുന്നത്. അല്ലേ? സാമൂഹ്യ മാധ്യമങ്ങളെ മുഴുവനും നിരോധിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇന്നത്തെ മനുഷ്യർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഭയങ്കര അസ്വസ്ഥതയും ശ്വാസം മുട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വെറുതെ വഴിയിലിറങ്ങി ബഹളം ഉണ്ടാക്കാനായിട്ട് വരും. അതാണ് ആ കലാപത്തിൻ്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് ആ കലാപത്തിന് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അത് നമുക്ക് നേപ്പാളിലെ കാര്യത്തിൽ മനസ്സിലായി. പക്ഷേ നേപ്പാളിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ചു എന്നുള്ളതാണ്. ഇതൊരു പുതിയ കാലത്തെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഉത്തർപ്രദേശിൽ ഈ നമ്മുടെ ഇൻ്റർനെറ്റ് നിരോധിക്കണം എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്, ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇൻ്റർനെറ്റ് നിരോധിക്കുന്നത് വലിയ കലാപങ്ങളിലേക്ക് സമൂഹം പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്ന സമയത്താണ്. ഉത്തർപ്രദേശ് ഭരണകൂടം അങ്ങനെ ഭയപ്പെടുന്നുണ്ടോ? ഭയപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. യോഗി ആദിത്യനാഥ് അങ്ങനെ ഭയപ്പെടുന്ന ഒരു ഭരണാധികാരിയൊന്നുമല്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവിടെ ബോധപൂർവമായിട്ട് ഇത് നിർവഹിച്ചു, ചെയ്തു, ഇനി നാളെ ഇത് ചെയ്യും എന്ന് പറയുന്ന സൂചന നൽകുകയാണ് ചെയ്യുന്നത്. അവിടെ എനിക്ക് തോന്നുന്നത് JCB ഒക്കെ ഉപയോഗിച്ച് അവിടെയാണ് ഒരു കാര്യം. ഇപ്പൊ ഒരാളുടെ വീട് അനധികൃതമായി വച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടിച്ച് പൊളിച്ച് നീക്കുന്നത് മനസ്സിലാക്കാം. നമ്മുടെ ഇവിടെ VS അച്യുതാനന്ദനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ഒരു കേസിൽപ്പെട്ട ഒരാളുടെ വീട് ഇടിച്ച് പൊളിച്ച് കളയുക എന്ന് പറയുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുപോലെ ഒരു കേസ്, എന്ത് കേസോ ആയിക്കോട്ടെ, അല്ല അത് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിമിനൽ കോഡൊന്നും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ രൂപപ്പെടുത്തി വെച്ചിട്ടില്ല. കേസിൽപ്പെട്ട ഒരാൾ, ഇയാൾക്ക് കേസായി, ഇന്നവൻ കേസിൽപ്പെട്ടവനാണ് എന്നതിൻ്റെ പേരിൽ അവൻ്റെ വീട് ഇടിച്ചു വിളിക്കാനുള്ള ഒരു നിയമവും രാജ്യത്ത് ഒരിടത്തും നിലനിൽക്കുന്നില്ല. യോഗി ആദിത്യനാഥ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളായി ആർക്കും കാണാനായിട്ട് കഴിയുന്നതല്ല. അതിനാരും ന്യായീകരിക്കും എന്ന് ഞാനും കണക്കാക്കുന്നില്ല. പക്ഷേ വളരെ ശക്തമായി സ്വേച്ഛാധിപത്യ സ്വഭാവത്തോടെ ഒരു ഭരണകൂടം അങ്ങനെ പ്രവർത്തിച്ചാൽ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് നിസ്സഹായരായി തീരേണ്ടി വരും. ആ നിസ്സഹായതയാണ് ചില സമയത്ത് ആൾക്കൂട്ടങ്ങളുടെ ഭ്രാന്തമായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെ ആയിട്ട് മാറിത്തീരുക. അതൊക്കെയാണ് കലാപങ്ങളായിട്ട് തിരിയുന്നത്. അങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു സാഹചര്യവും യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ട് സർക്കാർ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ അങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നു. ആ പ്രവർത്തനം പലരും പൊതുവെ താലിബാൻ്റെ പ്രവർത്തനത്തിനോട് താരതമ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയുകയും അവർ മേലാൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ്